ഇന്ന് നമ്മുടെ സർവീസിന് വന്ന ഐറ്റലിൻ്റെ എയ്സ് 3 എന്ന് പറഞ്ഞ ഒരു കീപാഡ് ഫോണാണ്. ഈ ഫോൺ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഉള്ള ഫോണും ഈ ഐറ്റലിൻ്റെ ഈ ഫോണിനൊക്കെ കോമൺ ആയിട്ടുള്ള പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇത് ചാർജിങ്ങിൽ ഇടുവാണെങ്കിൽ ഉടനെ ഈ ഐറ്റം കാണിക്കും, ഓവർ ബാറ്ററി ടെമ്പറേച്ചർ. അപ്പം നമ്മൾ ചാർജറൊക്കെ മാറ്റിയിട്ടൊക്കെ നോക്കും, എന്നാലും റെഡിയാകുകയല്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കോൾ ചെയ്യാൻ നേരം ഓഫായി പോവുക, ഫോൺ ഓവർ ഹീറ്റ് ആകുക, ചാർജ് കയറാതിരിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് പരിഹരിക്കണമെങ്കിൽ നമുക്കൊരു 10K ഓംസിൻ്റെ ഒരു റെസിസ്റ്റർ അത്യാവശ്യമാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഒരു എമർജൻസിയുടെ ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് ഡെഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഊരിയെടുക്കുന്നത്. സാധാരണ നമ്മുടെ മദർ ബോർഡിലൊക്കെ ഈ സാധനമുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സിമ്പിളായിട്ട് തന്നെ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഊരിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 103 വരുന്നത്. ഈ 103 എന്ന് വരുന്ന റെസിസ്റ്റർ ഊരിയിട്ട് നമുക്ക് ഈ ഫോണിൽ എങ്ങനെ ഇത് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ബാറ്ററിയുടെ പിന്ന് കണ്ടോ, ഈ ബാറ്ററിയുടെ പിന്നിൽ നെഗറ്റീവും നടുക്കത്തെ ലൈനിലും നമുക്ക് ഈ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് കൊടുക്കണം. ഇത് ഈ രീതിയിൽ സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് 100% പരിഹരിക്കാൻ പറ്റും. പിന്നെ ഈ ഫോണിൻ്റെ ഷീൽഡും കാര്യങ്ങളൊക്കെ ഇളക്കിയേക്കുന്നത് ഇതിനകത്ത് വെള്ളമൊക്കെ കയറിയായിരുന്നു, അതാണ് ഇത് പോകാൻ കാരണം. അപ്പം നമ്മൾ അത് ഇട്ടിട്ട് ചാർജിങ്ങിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ഫോണിന് വേറെ പ്രശ്നം കാര്യങ്ങളില്ല. അതേസമയം അതില്ലെങ്കിൽ നമുക്ക് ഫോൺ ആ ബോർഡ് കയ്യിലെടുക്കുന്നത് നമുക്ക് ഹീറ്റ് അനുഭവപ്പെടുന്നതാണ്. ഇപ്പം നമ്മൾ ചാർജിങ്ങിൽ ഇടുവാണ്, ചാർജിങ്ങിൽ ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ചെക്ക് ചെയ്ത് നോക്കി, ആ ഒരു കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ട്. അത് ഈ ഒരു മോഡലിന് മാത്രമല്ല, നമ്മുടെ ഐറ്റലിൻ്റെ ഒക്കെ മിക്ക മോഡലിനും ഉണ്ട്. പിന്നെ അതുപോലെ നോക്കിയ HMDയുടെയൊക്കെ ഒരുപാട് മോഡലിനും എല്ലാം ഈ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് സാധാരണ റെസിസ്റ്ററും ഇടാൻ പറ്റും, അതുപോലെ തന്നെ SMD ഇടാം. SMD എന്ന് പറയുമ്പോൾ 103 അതിൻ്റെ നമ്പർ. അപ്പോൾ ആ നമ്പർ കറക്റ്റായിട്ട് തന്നെ ഇടുക, വേറെ റെസിസ്റ്റർ മാറിപ്പോകുന്നു ചെയ്യല്. ഇപ്പോൾ ഇതേ കണക്കിനാണ് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 100% ഈ കംപ്ലയിൻറ്റ് മാറ്റാവുന്നുള്ളൂ. അപ്പം ഇത് അറിയാവുന്ന ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും അറിയാൻ പറ്റാത്തവരും കാണും, പുതിയതായിട്ടൊക്കെ ഈ മേഖലയിലോട്ട് വന്ന ആൾക്കാർ കാണും. എന്തായാലും നമ്മൾ ഈ ഷീൽഡിലൊക്കെ ടേപ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഷീൽഡ് ഇളക്കിയെടുത്ത് ടേപ്പൊക്കെ ഒട്ടിച്ച് IC ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫോൺ ഫുള്ളായിട്ട് പാക്ക് ചെയ്തു. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കി, നമ്മളൊരു കുറച്ച് നേരത്തേക്ക് ചെക്ക് ചെയ്തിട്ട് സിമ്മൊക്കെ ഇട്ട് കോൾ ചെയ്തൊക്കെ നോക്കി, യാതൊരു പ്രശ്നവുമില്ല, അടിപൊളിയായിട്ട് ചാർജും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വരുന്ന കീപാഡ് ഫോണിനൊക്കെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് പുതിയതായിട്ട് നമുക്കിപ്പോൾ ബോക്സിനകത്ത് വരുന്ന സെറ്റ് നമ്മൾ പൊട്ടിക്കുന്ന സെറ്റിന് വരെ ഈ ഒരു കംപ്ലയിൻറ്റ് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ സർവീസ് സെൻറ്ററിൽ കൊടുത്ത് തന്നെ വാറൻറ്റി ഉള്ളതുകൊണ്ട് അതൊക്കെ കയറിപ്പോയിക്കോളും. വാറൻറ്റി ഇല്ലാത്ത സെറ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാമെന്നുള്ളത് വലിയ പണിയോ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വർക്കൗട്ടാകും.